viewers, welcome back to Sala Learning. It's me, Sri Bhama SB. അപ്പോൾ മക്കളെ ഇന്ന് മിസ് വന്നിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത് നിങ്ങൾ ഫുള്ള് ടെൻഷനിലായിരിക്കും അല്ലേ, നമ്മുടെ പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്, എങ്ങനെ പഠിക്കും, എന്ത് പഠിക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. സോ ഡോണ്ട് വറി, നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സോ ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകാൻ പോകുന്ന നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് മാറ്റങ്ങളും അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റുമാണ്. റെഡി? നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം, ബട്ട് അത് നമ്മൾ ഈസി ആയിട്ട് പഠിക്കും. അപ്പോൾ നമ്മുടെ പർട്ടിക്കുലേറ്റ് നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം മിസ് പറയാം. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും നമ്മുടെ യോധ ബാച്ചിന്റെ കാര്യമല്ലേ. നിങ്ങൾക്ക് അടിപൊളി ആയിട്ട് ക്ലാസ്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിക്കണമെങ്കിൽ, പുതിയ ടെക്സ്റ്റ് ബുക്കും കൂടെ അല്ലേ, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ. സോ അതിനെല്ലാം വേണ്ടിയിട്ട് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാ ലേർഡും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മുടെ യോധ ബാച്ച് ഉള്ളത്. സോ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈമാണ് ഇപ്പോൾ. കാരണം ഒന്നാമത് സിലബസ് ചേഞ്ച് നിങ്ങൾക്ക് നന്നായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേക്കാം. സോ അത് ഈസി ആക്കാനാണ് നമ്മുടെ ബാച്ച് ഉള്ളത്. ഇവിടെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് 9995400800. ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസുകൾ, അതിൽ വിളിച്ച ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാം. റെഡി? അപ്പൊ മിസ് പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു? നമ്മുടെ പർട്ടിക്കുലർ നേച്ചർ ഓഫ് മാറ്റർ അല്ലെ. എന്താണ് മക്കളെ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റും ഒരുപാട് ഒബ്ജക്റ്റുകൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ബുക്സ് ഉണ്ട്, പെന്നുണ്ട്, മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കാം, നോട്ട്ബുക്ക് ഉണ്ടായിരിക്കാം. ഇപ്പൊ മിസ്സിന്റെ ഇവിടെ പറഞ്ഞതാ മൊബൈൽ ഫോൺ ആൻഡ് ഇതേ പറഞ്ഞ പോലെ എന്താണ് ഒരു പെന്നുണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എന്ത് വിളിക്കാൻ പറ്റും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതൊക്കെ ഒരു മാറ്റർ ആണ് മിസ് ചെയ്ത് നിങ്ങൾ പറയും അല്ലേ. സോ വാട്ട് ഈസ് മാറ്റർ ഓർ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മാറ്റർ? എന്താണ് മക്കളെ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മാറ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഒരു പെന്ന്, ഈ ഒരു പെന്ന് ഇതിന് ഇരിക്കാൻ ഒരു സ്പേസ് വേണം, ഒക്കുപ്പേഷൻ ഒരു സ്പേസും അതുപോലെ ഇതിനൊരു മാസം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് വിളിക്കുക. എന്നുവെച്ചാൽ പൊതുവെ എല്ലാ മെറ്റീരിയൽസും മാറ്റർ തന്നെയാണ്. ഇത് എന്താണ് ഈ സാധനം എന്ന് പറയുന്നത്, ഇതിനൊരു മാസ് ഉണ്ട് അല്ലെ, ഇതിനൊരു എന്തായാലും ഒരു ഭാരമുണ്ട്. അതുപോലെ ഇതിപ്പോൾ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നെങ്കിൽ ഇതൊരു മാറ്റർ ആണെന്ന് എനിക്ക് പറയാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാനൊരു വലിയൊരു ചോക്ക് പീസ് എടുത്തിട്ട് കട്ട് ചെയ്ത് കുഞ്ഞു ആറ്റുള്ള പൊടിച്ച് ക്രഷ് ചെയ്ത് ഇങ്ങനെ ആക്കിയെന്ന് വിചാരിച്ചോ. ഇങ്ങനെ ആക്കിയിട്ടുള്ള ഈ ഒരു സാധനത്തിന് ഇനിയും പൊടിക്കാൻ പറ്റുമോ, ഇനിയും അത് ചെറുതാക്കാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഇത് ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട്, ഞാനൊരു എന്താ പറയുക, ഇങ്ങനെ കട്ടിയായിട്ട് നിന്ന സാധനത്തിനെ പൊടിച്ച് പൗഡർ ഫീൽ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, അതത്രയും ചെറുതായിട്ടുള്ള സാധനമാണ്. അതിന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അത്രയും ചെറിയതായിട്ടുള്ള സബ്സ്റ്റൻസുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അതൊരു മാറ്റർ തന്നെയാണ്. അതുപോലെ അത് കോടി മില്യൺ ഓഫ് ആയിട്ടുള്ള ആറ്റംസുകൾ കൊണ്ട് നിർമ്മിച്ചാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പൊ നമ്മുടെ നേക്കഡായി കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറുതായിട്ടുള്ള സാധനങ്ങൾ, ടൈനി ആയിട്ടുള്ള ഒബ്ജക്ട്സുകളോട് നിർമ്മിച്ചതാണ് ഈ പറയുന്ന എല്ലാ മാറ്ററുകളും. സോ മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്. സ്ഥിതി ചെയ്യാൻ ഇച്ചിരി സ്ഥലവും ആൻഡ് കുറച്ച് മാസം ഉള്ളതിന് നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം അല്ലേ. അപ്പൊ മാറ്റർ ഇസ് കമ്പോസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ്. ഇതുപോലെ ഏറ്റവും കുഞ്ഞാറ്റ് കണ്ണോണ്ട് പോലും കാണാൻ പറ്റാത്ത അത്രയും ചെറിയ സാധനങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ദിസ് പാർട്ടിക്കിൾ ആർ സോ സ്മോൾ ആൻഡ് ദി കനോട്ട് ബി സീൻ ഈവൻ ത്രൂ ദ ഓർഡിനറി മൈക്രോസ്കോപ്പ്. ഒരു ഓർഡിനറി മൈക്രോസ്കോപ്പിൽ നമുക്കത് കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം അത്രയും നമ്മുടെ എന്താണ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ചെറുതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ വിചാരിക്കുന്നതിലും ചെറുതായിട്ടുള്ള സാധനമാണ് മാറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്തുള്ള എക്സ്ട്രീം ആയിട്ടുള്ള കുഞ്ഞു പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. റെഡി അല്ലേടാ? അപ്പോൾ ഈ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പം മിസ്സിന്റെ ഈ ഒരു ഫോണ് ഇതൊരു മാറ്റർ ആണ്. കാരണം ഇതിന് നിൽക്കാനൊരു സ്പേസ്, അതൊരു മാസുള്ള സാധനമാണ്, നിൽക്കാനൊരു സ്പേസും വേണം. അപ്പൊ അവിടെ ഇരിക്കുകയാണ്, തൽക്കാലം അവിടെ ഇരിക്കട്ടെ. റെഡി? അതൊക്കെ മാറ്റർ ആണ് കേട്ടോ. ആ മാറ്ററുകൾ എത്രയൊക്കെ തരത്തിലുണ്ട്? സോളിഡ് സ്റ്റേറ്റ് കാണാൻ പറ്റും, ലിക്വിഡ് സ്റ്റേറ്റ് കാണാൻ പറ്റും, ഗ്യാഷ്യസ് സ്റ്റേറ്റ് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് ഇതിനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ളതാണ്. ഇതിനൊക്കെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതെല്ലാം ഒറ്റ ടേബിളിൽ പഠിക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന സാധനമാണ് ഇപ്പൊ സോളിഡ് എങ്ങനെ ഇരിക്കുക, അതിലെങ്ങനെയാ അതിന്റെ അട്രാക്ഷൻ വരിക, അതെങ്ങനെയാ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് മിസ് ഒരൊറ്റ കോളത്തിൽ പറഞ്ഞുതരാം. നോക്കിക്കോ. സോളിഡ് എന്ന് പറയുന്നതിന് ഒരു മാസ് ഇല്ലേടാ. മിസ്സിന്റെ ഈ ഒരു പെന്നിന്റെ ഒരു മാസ് ഇല്ലേ? ഓഫ് കോഴ്സ് ഒരു മാസ് ഉണ്ട്. സോ മാസ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടൊരു മാസ് ഉണ്ട്. ഷേപ്പില്ലേ? മിസ്സിന്റെ ഈ പെൻ ഒരു ഷേപ്പിലല്ലേ ഇരിക്കുന്നത്, മിസ്സിന്റെ ഈ ഐപാഡ് നല്ലൊരു ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പും ഡെഫിനറ്റ് ആയിട്ടൊരു മാസും ഉണ്ട്. വോളിയം ഉണ്ടോ? വ്യാപ്തം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. യെസ്, ഡെഫിനറ്റ് ആയിട്ട് ഇതിനൊരു വോളിയം ഉണ്ട്. സോ ഇതെന്താണ്? ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. ഇനിയിപ്പോൾ ലിക്വിഡിന്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഈ സാനിറ്റൈസർ പിടിക്കാം.
ഇതിന് ഒരു കറക്റ്റ് ആയിട്ട് ഒരു മാസ് ഉണ്ടോ ചോദിച്ചുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സാധനം കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ 1 ലിറ്ററിന്റെ ബോട്ടിൽ തരൂ, 1/2 ലിറ്ററിന്റെ ബോട്ടിൽ തരൂ എന്നൊക്കെ നമ്മൾ പറയാം. അതിനൊരു ഷേപ്പ് ഉണ്ടോ? അറ്റൈൻ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ അല്ലേ. ഇതിലെടുത്താൽ അതിന്റെ ഷേപ്പ്, വലിയ പാത്രത്തിലെടുത്താൽ വലിയ പാത്രത്തിന്റെ ഷേപ്പ്, അങ്ങനെ ഷേപ്പ് മാറിക്കൊണ്ടേയിരിക്കുന്നതുകൊണ്ട് എന്താണോ കണ്ടെയ്നറിന്റെ ഷേപ്പ് അതായിരിക്കും ഉണ്ടായിരിക്കാം. വോളി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടൊരു വോളി അതിനുണ്ട്. ഇനിയിപ്പോൾ ഗ്യാസിന്റെ കേസിലാണെങ്കിലോ, ഗ്യാസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു ബലൂൺ ആലോചിച്ച് നോക്കുക, അതിനകത്തുള്ള ഗ്യാസ് ആലോചിച്ച് നോക്കുക, ഡെഫിനറ്റ് ആയിട്ടൊരു മാസ് ഉണ്ട്, അതൊക്കെയാണ്. അപ്പൊ നമ്മൾ സിലിണ്ടർ വാങ്ങിക്കില്ലേ, ഗ്യാസ് സിലിണ്ടർ വാങ്ങിക്കുമ്പോൾ ലൈക്ക് എന്താ പറയുക 1 kg സിലിണ്ടർ ആണ് വാങ്ങിക്കുക, 1/2 kg സിലിണ്ടർ. അപ്പൊ അതൊക്കെ എന്താ മാസ് ഉള്ളതുകൊണ്ടാ. എന്നാൽ അതിനൊരു ഷേപ്പ് ഉണ്ടോ? ഇല്ല. ഏത് ഷേപ്പിലും ഫ്രീ ആയിട്ട് പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഗ്യാസ്. നിങ്ങളൊക്കെ പോലെ ഫ്രീ ബേർഡ്സ് എന്ന് പറയുന്ന പോലെ ഫ്രീ ആയിട്ട് ഗ്യാസ് നടക്കുന്നത് അല്ലേ. വോളിയം എന്ന് പറഞ്ഞാൽ നോട്ട് ഡെഫിനിറ്റ് വോളിയം. ഈ ഒരു ടേബിൾ പഠിച്ചാൽ 3 സാധനങ്ങളും എന്ത് ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാലും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പൊ സോളിഡ് സ്റ്റേറ്റ്, ഗ്യാസ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്. ഇനി അതിന്റെ പിക്ചർ ആണ് നിങ്ങളോട് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഇങ്ങനെ കട്ടയായിട്ട് അടുപ്പിച്ച് അതിന്റെ പാർട്ടിക്കിൾസ് നിൽക്കുകയാണെങ്കിൽ സോളിഡ് എങ്ങനെയാ എങ്ങനെയാണ് നിൽക്കുന്നത്. ലിക്വിഡ് ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്യാപ്പ് കിട്ടി, കണ്ടോ, ചെറിയൊരു സ്പേസ് ഒക്കെ വന്നു. എന്നാൽ ഗ്യാസ് ആണെങ്കിൽ പാല് നടക്കുക, ഇഷ്ടം പോലെ ഗ്യാപ്പാണ് അല്ലേ. അപ്പൊ അതിൽ ഇനി നിങ്ങൾക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ എത്രത്തോളാണെന്ന് അത് മിസ് ടേബിൾ ആക്കിയിട്ടുണ്ട്. എല്ലാം ഒരു ടേബിളിലാണ് നമ്മൾ പഠിക്കുന്നത്. അത്ര ഈസി ആയിട്ടാണ് പഠിക്കുന്നത്. നോക്കൂ, സ്പേസ് ബിറ്റ്വീൻ പാർട്ടുകൾ നോക്കൂ, ഇത് തമ്മിൽ ഒരു സ്പേസിനും ഇല്ല, ഒരു ഗ്യാപ്പും ഇല്ല. അങ്ങനെ അടുപ്പിച്ച് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ ഇങ്ങനെ നിന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അതുപോലെ സോളിഡ് സ്റ്റേറ്റ് മോസ്റ്റ് ക്ലോസ്ലി പാക്ക്. ലിക്വിഡ് ആണെങ്കിൽ കുറച്ചുകൂടെ ലീസ്റ്റ് ആയി, പിന്നെ ഗ്യാസ് ആണെങ്കിൽ ഭയങ്കര ലീസ്റ്റ് ക്ലോസ്ലി ആണ്. കാരണം ഇവരിങ്ങനെ പാറി നടക്കുക, എയർ ഒന്നും നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല, അത്രയും സുഖാച്ച പാറി നടക്കുന്നത് അല്ലേ. ഇനി അട്രാക്ഷൻ ആണെങ്കിലോടാ, സോളിഡ് സബ്സ്റ്റൻസുകൾ തമ്മിലുള്ള പാർട്ടിക്കിൾസിന്റെ അട്രാക്ഷൻ എങ്ങനെയാ നോക്ക്. ഇങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ, ഇത്രയും നിൽക്കുന്ന ആളുകൾ പരസ്പരം ഭയങ്കര അട്രാക്ഷൻ ആവില്ലേ. അത്രയും ഇങ്ങനെ കഷ്ടപ്പെട്ടല്ലേ അവിടെ നിൽക്കുന്നേ. സോ നല്ല രീതിയിൽ സ്ട്രോങ്ങസ്റ്റ് ആണ്. ലിക്വിഡ് വരുമ്പോഴാ കുറച്ചും ഒഴുകി നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് അട്രാക്ഷൻ കുറഞ്ഞു. നിങ്ങളിങ്ങനെ പരസ്പരം എന്താണ് കുറച്ചിങ്ങനെ അപ്പുറത്തോട്ട് മാറി നിന്നോ പറയുന്നതുകൊണ്ട് അട്രാക്ഷൻ കുറഞ്ഞു, ലീസ്റ്റായി, വീക്കറായി. എന്നാൽ ഗ്യാസിനാണെങ്കിൽ തീരെയില്ല, ഒരു അട്രാക്ഷനും ഇല്ല. ഒന്ന് എവിടെയാണെങ്കിൽ ഒന്ന് അവിടെ, ഒന്ന് തെക്കാണെങ്കിൽ ഒന്ന് വടക്കാണ് അല്ലേ, അങ്ങനെ പറയാൻ പറ്റും. എക്സാമ്പിൾ ബോള്, പെന്ന്, ആൻഡ് ലിക്വിഡിനാണെങ്കിൽ വാട്ടർ, സോഡ, ആൻഡ് എയറിനാണെങ്കിൽ ഓക്സിജന്, നൈട്രജൻ, ഇതൊക്കെ എക്സാമ്പിൾസ് വേണം. സോ ഈ 2 ടേബിൾ നിങ്ങൾ പഠിച്ചോ, അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. സോ സെറ്റായിട്ട് നിങ്ങൾ പഠിക്കുക. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സാധനം വളരെ ടേബിളൈസ് ചെയ്ത് മിസ് സിമ്പിളായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സോ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ. അതുവരേക്കും ബൈ, സീരിയസ് ബൈ.